നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രക്തചന്ദനം. നമ്മൾ ഇന്ന് രക്തചന്ദനത്തിൽ ആണ് പരിചയപ്പെടുന്നത്. ഫാബേസി കുടുംബത്തിൽപ്പെടുന്ന ടെറോകാർപ്പസ് സെൻറ്റാലിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശിലെ കടപ്പയിലും സമീപ പ്രദേശത്തുമാണ് ഇത് കൂടുതലായി വളരുന്നത്. കൃഷി ചെയ്ത് നോക്കിയപ്പോൾ കേരളത്തിലും ഇതിന് അനുയോജ്യമായ കാലാവസ്ഥയാണ്. 8 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെറുവൃക്ഷമാണ് രക്തചന്ദനം. തൊലി ആഴത്തിൽ വിണ്ടു കീറിയിരിക്കുന്നു. തൊലിക്ക് ധൂസര വർണ്ണമാണുള്ളത്. ഇലകൾ സംയുക്തമായും ഏകാന്തര ക്രമത്തിലുമാണ് വിന്യസിച്ചിരിക്കുന്നത്. 3 മുതൽ 5 പത്രകങ്ങൾ വരെയാണ് ഇതിലുള്ളത്. പൂക്കൾക്ക് മഞ്ഞ നിറമാണ്. ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം കാതലാണ്. ഇതിൻ്റെ കാതൽ ക്ലോറോഫോമിൽ അലിയിപ്പിച്ചാൽ സാൻഡലിൻ എ, സാൻഡലിൻ ബി എന്ന 2 രഞ്ജക പദാർത്ഥങ്ങളും ടെറോകാർപ്പിൻ, ഹോമോടെറോകാർപ്പിൻ, സാൻഡലിൻ എന്ന വർണ്ണപദാർത്ഥങ്ങളും ലഭിക്കുന്നു. വ്രണം, നേത്രരോഗം, പ്രമേഹം, ശ്വാസരോഗങ്ങൾ എന്നിവ ഇതുകൊണ്ട് ശമിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിവരിക്കുന്നു. രക്തചന്ദനം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ചന്ദനത്തിൻ്റെ വേറൊരു രൂപം, അതായത് ചന്ദനത്തിലുള്ള സെൻറ്റാലിൻ എന്ന ആൽക്കലോയിഡ് ഇതിലുണ്ട്. മാത്രമല്ല ഈ ചന്ദനത്തിൻ്റെ ഏകദേശം ഗുണങ്ങളൊക്കെ ഈ രക്തചന്ദനത്തിലുണ്ട്. ഇത് ഈ ദാഹം അല്ലെങ്കിൽ അതുപോലെ പ്രമേഹം, ശരീരത്തിലുണ്ടാകുന്ന ചൂട്, ഇതിനൊക്കെ ഈ കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് ശരിക്കും അരച്ച് ഒരു ലേശം ഒരു 2 ഗ്രാം 3 ഗ്രാം വീതം ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം കുറയും. പിന്നെ ശരീരം തണുപ്പിക്കാൻ ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ചൊരു ദിവസേന കുടിച്ചാൽ നല്ലതാണ്. പിന്നെ ഇതിന് വേറൊരു ഗുണം വെച്ചാൽ ഈ നിറം ഇല്ലാത്ത ഈ മുഖത്തൊക്കെ കറുപ്പ് നിറമുള്ള ആൾക്കാർക്ക് രക്തചന്ദനം ഈ പാലിൽ അരച്ചിട്ട് പേസ്റ്റ് പോലെ പെടുത്തി കഴിഞ്ഞാൽ ഈ അവിടുത്തെ കറുപ്പ് നിറം മാറും. പിന്നെ ഇത് ഈ കുരു പൊന്തുമ്പോൾ ഈ വല്ല വേദനയോടുകൂടി കുരു പൊന്തിക്കഴിഞ്ഞ് ഈ രക്തചന്ദനം അരച്ച് ചുറ്റുവട്ടത്തിട്ട് കഴിഞ്ഞത് വേഗം പൊട്ടിപ്പോവും. പിന്നെ ഈ ഛർദി എന്ന രോഗത്തിൽ ഈ വിട്ടുമാറത്തെ ഇടയ്ക്കിടയ്ക്ക് ഛർദിക്കുമ്പോൾ ഈ രക്തചന്ദനം അരച്ചത് ലേശം പാലിൽ കലക്കി ലേശം തേനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഛർദി അവിടെ നിൽക്കും. പിന്നെ ചില രോഗികളിൽ ഈ അർശോരോഗികൾ, അതായത് രക്തം പോകുന്ന ഈ മൂലക്കുരു പൊട്ടി രക്തം പോകുമ്പോൾ ഈ രക്തചന്ദനം കഷായം വെച്ച് അതിൽ ലേശം നെയ്യ് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതപ്പം നിൽക്കും. പിന്നെ ഇതിനൊരു ഉപയോഗം ഈ ചില ചുട്ടുനീറുന്ന ശരീരം മുഴുവൻ ചുട്ടുനീറുന്ന ചില അവസ്ഥയുണ്ട്. ചിലപ്പോൾ ആൾക്കാർക്ക് ഈ ഉള്ളിൽ നിന്ന് വരുന്ന ചൂടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഔഷധം കഴിച്ചതിൻ്റെ റിയാക്ഷൻ എന്ത് വേണമെങ്കിലും മേലെ ചുട്ടുനീറുന്ന ആൾക്കാർക്ക് ഈ ചന്ദനം അങ്ങോട്ട് അരച്ച് ശരീരം മുഴുവൻ ലേപനം ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ചുട്ടുനീറ്റിൽ മാറും.